നമസ്കാരം. വീണ വിജയന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകൾ മിക്ക ചാനലുകളും യൂട്യൂബിലുമൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു യൂട്യൂബ് ചാനലിലെ വാർത്ത ഞാൻ കൗതുകത്തോടെ കേട്ടു നോക്കി. ED ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി, ഏതാണ്ട് 100 കോടിയുടെ സ്വത്ത് കണ്ടെത്തി എന്നൊക്കെയായിരുന്നു വാർത്ത. അങ്ങനെയൊക്കെ യൂട്യൂബർമാർ എഴുതുന്നത് വീണ വിജയനെയും അദ്ദേഹത്തിന്റെ പിതാവിനെയും എത്രമാത്രം ഈ ജനത വെറുക്കുന്നു എന്നതുകൊണ്ടാണ്. എന്നാൽ വീണ വിജയൻ അറസ്റ്റിലാകപ്പെടും എന്നുപോലും തീർത്തു പറയാൻ കഴിയുന്ന സാഹചര്യം ഇതുവരെ സംജാതമായിട്ടില്ല. ഈ കേസന്വേഷിക്കുന്ന ED ഉദ്യോഗസ്ഥന്മാർ അടിമുടി ആശയക്കുഴപ്പത്തിലാണ്. യഥാർത്ഥ വില്ലൻ വീണയാണോ എന്ന കാര്യത്തിൽ അവർക്ക് തർക്കം വരുന്നു. വീണയ്ക്കും പിണറായിക്കുമിടയിൽ മറ്റൊരാൾ കൂടിയുണ്ട്, ആ മൂന്നാമനായിരിക്കും യഥാർത്ഥ വില്ലൻ എന്ന് വിശ്വസിക്കുകയാണ് പലപ്പോഴും ED ഉദ്യോഗസ്ഥർ. കാരണം തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്യുന്നു. 2 ദിവസം തുടർച്ചയായി ഏതാണ്ട് 20 മണിക്കൂറോളം ചോദ്യം ചെയ്തു. 2-ാം ദിവസം 11 മണിക്കൂർ കഴിഞ്ഞാണ് വിട്ടയച്ചത്. ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ, അതായത് വരാൻ പോകുന്ന ആഴ്ച തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യും. ഇത്രയും വിശദമായി ചോദ്യം ചെയ്തിട്ടും അവർക്ക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം വീണയ്ക്ക് കൃത്യമായ ഒരു ധാരണയും ഈ വിഷയത്തെക്കുറിച്ചൊന്നുമില്ല. പിണറായി വിജയൻ എന്ന സർവശക്തനായ ഭരണാധികാരിയുടെ മകൾ എന്ന പരിഗണനയിൽ മാസപ്പടി എന്ന നിലയിൽ വട്ടച്ചെലവിന് കാശ് കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് വീണയ്ക്ക് വലിയ പിടിയൊന്നുമില്ല. അപ്പൻ മകൾക്ക് കൊടുത്ത പോക്കറ്റ് കാശിനപ്പുറത്തേക്ക് പ്രാധാന്യം വീണ ഇതിന് പക്ഷെ നൽകുന്നില്ല. സർവാധികാരിയായിരുന്നു, ഒരുപാട് സാമ്പത്തിക സോഴ്സുകൾ ഉണ്ടായിരുന്നു പിണറായി വിജയന്. അപ്പോൾ മകൾ സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതി ഒരു ചെറിയ തുക, അവർ പിണറായിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ തുകയാണ്, ഒരു ചെറിയ തുക പിണറായി ഇടപാടുകൾ നടത്തുന്ന CMRL കമ്പനിയിൽ നിന്നും അങ്ങോട്ട് കൈമാറി. അത് കമ്പനിയുടെ കണക്കിൽപ്പെടുത്താനും വീണ കൈക്കൂലി വാങ്ങിയെന്ന സാഹചര്യം ഒഴിവാക്കാനും ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി ആ കടലാസ് കമ്പനിയിലൂടെ കൈമാറി. കാരണം ED തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് ഈ വീണയുടെ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക കാര്യത്തെക്കുറിച്ചും ഒന്നും പറയാൻ കഴിയുന്നില്ല. പണമിടപാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മുഴുവൻ ഇരുട്ടിത്തപ്പാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. അതേസമയം സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് തരം സർവീസാണ് CMRLനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കൊടുത്തത്, ഈ സോഫ്റ്റ്വെയറിന്റെ കാരണം എന്താണ്, ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ഈ സോഫ്റ്റ്വെയർ ഏതുതരം സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ സോഫ്റ്റ്വെയർ എന്തിന് മറ്റുള്ളവർ മറ്റൊന്നും വാങ്ങാതെ വാങ്ങണം, വാങ്ങുന്നവർക്ക് ഇതുകൊണ്ടുള്ള ഗുണമെന്താണ്, ഈ കമ്പനി എന്തൊക്കെയാണ് ചെയ്യുന്നത് തുടങ്ങിയ തികച്ചും സാങ്കേതികമായ, അതായത് ഒരു സ്ഥാപനം നടത്തുന്നവർ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴും വീണയ്ക്കൊരു പിടിയുമില്ല. ഒന്നും അറിയാത്ത ഒരു കുട്ടിയെ പോലെ വീണ കൈമലർത്തുന്നു. എന്ന് വെച്ചാൽ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തതും ആ കമ്പനി നടത്തിയതുമൊക്കെ വീണയാണെന്ന് പറയുമ്പോഴും അതുപോലും മറ്റാരോ ചെയ്തു കൊടുത്തതാണ്, വീണ അതിലെ ഒരു ഉപകരണം മാത്രമായിരുന്നു എന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണ്. 2 ദിവസവും വീണയെ വിശദമായി ചോദ്യം ചെയ്തിട്ടും കൃത്യമായൊരു ധാരണയിലെത്താൻ ED ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇടപാടിന്റെ പിന്നിൽ മറ്റൊരു കറുത്ത കരം കൂടിയുണ്ടെന്ന് ED സംശയിക്കുന്നു. വീണ വിജയനും അദ്ദേഹത്തിന്റെ എക്സാലോജിക് എന്ന കമ്പനിയും CMRLുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ മുഴുവൻ വിശദാംശങ്ങളും EDക്ക് ലഭിച്ചു. ആദ്യം പലതും നുണയാണ് പറഞ്ഞത്. എന്നാൽ SFIOയുടെ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ കുറച്ചുകൂടി സത്യം പറഞ്ഞു. മുഴുവൻ തെളിവുകളും ശേഖരിച്ചു കൊടുത്തു. ആ ഇടപാടുകളൊന്നും നിഷേധിക്കാൻ പോലും വീണയ്ക്ക് കഴിയുന്നില്ല. പക്ഷെ വീണ പറയുന്നത് ആണോ, ഇങ്ങനെയുണ്ടോ, അത് എനിക്കറിയില്ലല്ലോ, അവരോട് ചോദിക്കും ഇവരോട് ചോദിക്കുന്നതൊക്കെയാണ്. അതുകൊണ്ട് ആരാണ് ഈ മൂന്നാമൻ എന്ന് അന്വേഷിക്കാൻ ED. ഒരുപക്ഷെ വീണയുടെ പേരിൽ ഒരു കമ്പനി തുടങ്ങി വീണയ്ക്ക് വ്യക്തിപരമായും കമ്പനി വഴിയും പണം കൊടുത്ത് സുഖമായി ജീവിക്കാൻ അവസരം കൊടുത്തെങ്കിലും അതിനെ നിയമപരമായി ഒരു കാര്യമായി മുമ്പോട്ട് കൊണ്ടുപോയത്, ഒരു എൻറ്റിറ്റിയായി മുമ്പോട്ട് കൊണ്ടുപോയത്, എല്ലാ ഇടപാടുകൾക്കും ചുക്കാൻ പിടിച്ചത്, ഇൻവോയ്സുകൾ രജിസ്റ്റർ ചെയ്തത്, അക്കൗണ്ട്സ് കൈകാര്യം ചെയ്തതൊക്കെ ഒരു ബുദ്ധി കേന്ദ്രമാവാം. ആ ബുദ്ധി കേന്ദ്രം ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ്. എന്നാൽ അത് ആരാണെന്ന് വീണ പറയുന്നുമില്ല. വീണയുടെ സ്ഥാപനത്തിലെ ചില ജീവനക്കാരുടെ പേര് പറയുന്നുണ്ടെങ്കിലും അവരെ കണ്ടെത്താൻ EDക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അജ്ഞത നടിക്കുകയാണോ? EDയുടെ നിഗമനം അജ്ഞതയുണ്ടേ എന്ന് തന്നെയാണ്. അജ്ഞത നടിക്കേണ്ട കാര്യമില്ല, അജ്ഞതയാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം ED വീണയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വിദൂരമാണ്. നിർണായകമായി ഒന്നും തന്നെ വീണയെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ പാർപ്പിച്ചതുകൊണ്ട് നേടിയെടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ ശ്രദ്ധ ആരാണ് മൂന്നാമൻ എന്ന് കണ്ടെത്തുകയാണ്. അത് മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ആളാവാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്നെ ഏറ്റവും നിർണായകമായ റോള് വഹിച്ച ആളാവാം, അല്ലെങ്കിൽ മറ്റൊരു അവതാരമാകാം. എവിടെ നിന്നെങ്കിലുമൊക്കെ എത്തി മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച് ഇടപാടുകൾ നടത്തിയിരുന്ന ഒരു അവതാരമാകാം, അല്ലെങ്കിൽ ശിവശങ്കറിനെ പോലെ കരുത്തനായ മുഖ്യമന്ത്രിയുടെ ഒരു സാരഥിയാവാം. ഇത്തരത്തിൽ ആരാണ് ഈ മൂന്നാമൻ എന്ന് കണ്ടെത്തി അവരെ പ്രതി ചേർത്ത് അവരെ വിളിച്ചു വരുത്തി തെളിവെടുക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് പിണറായിയെ വല്ലാതെ ബാധിച്ചെന്ന് വരാം. കാരണം പിണറായിയുമായുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ
ഈ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകൾ നടത്തിയിരുന്ന മൂന്നാമനെ കണ്ടെത്തിയാൽ എളുപ്പമാണ്. ഈ മൂന്നാമനും പിണറായിയുമായി എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ, അതായത് പിണറായിയുടെ ജീവനക്കാരനോ പിണറായിയുടെ വിശ്വസ്തനോ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയാണെങ്കിൽ വളരെ എളുപ്പമാണ് മകളുടെ സംരംഭം എന്നതിനപ്പുറത്തേക്ക് അപ്പന്റെ സംരംഭമായി ഇത് ചിത്രീകരിക്കാനും അതിന്റെ സാധ്യതകൾ തേടാനും. എന്തായാലും ED തൽക്കാലം വീണ വിജയനെ പ്രതി ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വീണ വിജയനെ 2 തവണ ചോദ്യം ചെയ്തതും വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3-ാം തവണ വീണയെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. മാത്രമല്ല CMR കമ്പനിയുടെ MD-യെയും ഭാര്യയെയും മകളെയും മകനെയും ഒക്കെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്നു. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും CMR കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും വീണയെയും ഒരുമിച്ച് വിളിച്ച് പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആലോചന കൂടിയുണ്ട്. അങ്ങനെ ഇവരുടെയൊക്കെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഇവരെ കൊണ്ട് തന്നെ തിരുത്തിക്കുക, അങ്ങനെ കൃത്യമായ നിഗമനത്തിലേക്ക് പോവുക, അങ്ങനെ വീണയുടെ മറ്റിടപാടുകളിലേക്ക് നീങ്ങുക. SFIയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി കിട്ടിയതോടെ ഏതാണ്ട് 134 രേഖകൾ ഈ കേസുമായി EDക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ EDക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ ഇനി മടിക്കേണ്ടതില്ല. ഏറെ വൈകാതെ തന്നെ വീണയുൾപ്പെട്ട കേസിലെ ഇപ്പോഴത്തെ സാഹചര്യം വ്യക്തമാക്കുന്ന കുറ്റപത്രം ED സമർപ്പിച്ചേക്കും. എന്നാൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവും എന്ന് ഈ കുറ്റപത്രത്തിൽ പറയും. ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്ന മുറയ്ക്ക് മറ്റ് പ്രതികളെ കൂടി ചേർക്കാനാണ്, പ്രത്യേകിച്ച് മൂന്നാമനെ കൂടി ചേർക്കാനാണ്. വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. വീണയ്ക്കും ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കുമൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകൾ. ഏറ്റവും നിർണായകമായിരിക്കുന്ന വീണയുടെ UAE-യിലെ സാമ്പത്തിക ഇടപാടുകളാണ്. വീണയ്ക്ക് UAE-യിൽ മാത്രമല്ല കാനഡയിൽ പോലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നാണ് ഷോൺ ജോർജിനെ പോലുള്ളവർ ആരോപിക്കുന്നത്. അതിന്റെ ചില തെളിവുകളും ഇവർ EDക്ക് കൈമാറിയിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മറ്റൊരു രാജ്യത്തെ ഇടപാടായതുകൊണ്ട് പരിമിതികളുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ UAE അധികാരികളെ ബന്ധപ്പെട്ട് അവരുടെ അനുമതിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. UAE-യിലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകണമെന്നുണ്ടെങ്കിൽ മോദി സർക്കാർ നേരിട്ട് താല്പര്യം കാണിക്കണം. അത്തരമൊരു അപേക്ഷ ED കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. അത്തരത്തിലുള്ള സഹകരണമുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമാകും. ഇവിടെ വീണ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി എടുത്തിട്ടുള്ളത് UAE ആയിരിക്കും. വീണയുടെ പാസ്പോർട്ട് രേഖകൾ പരിശോധിക്കുമ്പോൾ അനേകം തവണ വീണ UAE സന്ദർശിച്ചതിന് തെളിവുകളുണ്ട്. ഈ ഓരോ സന്ദർശനത്തിന്റെയും വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വീണയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപമുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, രണ്ടാമത്തെ ഏറ്റവും നിർണായകമായ അന്വേഷണം CMR കമ്പനിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമാണ്. CMR കമ്പനിക്ക് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു? ഈ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്തുകൊണ്ടാണ്? നിയമവിരുദ്ധമായ ഒരു ആനുകൂല്യം ചെയ്തു കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടണം. എന്നാൽ നിയമവിരുദ്ധമായി ധാരാളം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2019 മുതൽ 2023 വരെ 4 വർഷക്കാലം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടും സ്വകാര്യ മേഖലയിൽ ഖനനം നിരോധിച്ചിട്ടും അത് തുടരാൻ CMR-നെ സഹായിച്ചു. ഈ കാലയളവിൽ ഏതാണ്ട് 1600 കോടി രൂപയുടെ കരിമണൽ സംസ്കരണം CMR കമ്പനി നടത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇതൊക്കെ വീണയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിന്റെ പിൻബലത്തിലാണെന്നും അതുകൊണ്ട് തന്നെ ആ വിശദാംശങ്ങളിലേക്ക് കടക്കണമെന്നുമാണ് ED കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ച വീണ വീണ്ടും EDക്ക് മുമ്പിലെത്തും. അങ്ങനെ എത്തുന്ന വീണയെ അറസ്റ്റ് ചെയ്തെന്ന് വരില്ല. കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. മൂന്നാമനെ കണ്ടെത്തേണ്ടി വരും. പിണറായി വിജയൻ CMR കമ്പനിക്ക് ചെയ്തു കൊടുത്ത ഗുണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും സ്ഥിതിഗതികൾ ഒട്ടും പിണറായിക്കോ വീണയ്ക്കോ അനുകൂലമല്ല. അതുകൊണ്ടാണ് ജോളി വളരെ രസകരമായി ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയത്. ഹായ് റിയാസിക്ക, ഹായ്. എന്താ ഇപ്പൊ പരിപാടി? എന്ത് പരിപാടി? രാവിലെ വൈഫിനെ ED ഓഫീസിൽ കൊണ്ടുവിടണം, വൈകുന്നേരം വന്ന് പിക്ക് ചെയ്യണം, അങ്ങനെ പോകുന്നു. അമ്മൂസാക്കായോ? പുള്ളി രാവിലെ കുളിച്ചൊരുങ്ങി നിയമസഭയിൽ പോകുന്നു, ഊക്ക് വാങ്ങി കൂട്ടുന്നു, തിരിച്ചു വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നു. അതൊക്കെ തന്നെ. എന്നാ ശരി, കാര്യങ്ങൾ നടക്കട്ടെ, കാണാം. ഇത്തരത്തിൽ ട്രോളുകളിലേക്ക് ഇത് വഴിതിരിക്കാൻ പോലും കാരണം വീണെ വിടാതെ ED പിന്തുടരുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ നടത്തുന്ന കള്ളക്കളി ED അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസിൽ കക്ഷി ചേരാൻ ED അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ്. CPM നിയമിച്ച പഴയ SFI നേതാവായ T. ഗീനാകുമാരിയാണ് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവരെ ആരെയും കസ്റ്റഡിയിൽ ആവശ്യമില്ല, അന്വേഷണമെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് 9ാം പ്രതിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു. മറ്റു പ്രതികളും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ജാമ്യാപേക്ഷയുമായി രംഗത്ത് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രതികളും രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായേക്കുമെന്നും അതിനെ എതിർക്കണമെങ്കിൽ കക്ഷി ചേരണമെന്നും ED ആവശ്യപ്പെടുകയാണ്. ഇത്തരത്തിൽ ED അതൃപ്തിപ്പെടുത്തുന്ന പലതും ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമോ പിണറായിയെ വിളിപ്പിക്കുന്ന സാഹചര്യമോ ഉണ്ടായാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. CPM-ൽ തിരക്കിട്ട ചർച്ചയാണ് പിണറായിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ച് നടക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്നും പകരം KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവാക്കണമെന്നും ആവശ്യപ്പെടുന്നവരുടെ എണ്ണം ഏറെയാണ്. ഇതിനിടയിൽ KSIDC എന്ന സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനം
കരിമണൽ കർത്തയുടെ CMRL കമ്പനിയിൽ നിന്നും പിൻവാങ്ങുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. 1989 പ്രവർത്തനം ആരംഭിച്ച CMRL എന്ന കമ്പനിയിൽ 91-92 കാലഘട്ടത്തിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനം 10.5 ലക്ഷം ഷെയർ വാങ്ങിയിരുന്നു. അന്ന് 10 രൂപയായിരുന്നു ഒരു ഷെയറിന്റെ വില. ഇന്ന് അത് ഏതാണ്ട് 26 കോടിയുടെ മുതലാണ്. കൂടാതെ ഏതാണ്ട് 6 കോടിയിലധികം ലാഭവിഹിതവും കിട്ടിയിട്ടുണ്ട്. ഈ ഓഹരി തിരിച്ചെടുക്കാനുള്ള ആലോചന എന്ന് വെച്ചാൽ 26 കോടി രൂപ വാങ്ങിക്കൊണ്ട് ഈ ഓഹരി CMRL കമ്പനിക്ക് വിൽക്കാനുള്ള ആലോചന ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 13.4% ഓഹരിയാണ് CMRLൽ KSIDCക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരം ഡയറക്ടറെ ലഭിക്കുമായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ KSIDCയിൽ നിന്നും CMRL കമ്പനി ഡയറക്ടറായി പോകുമായിരുന്നു. അവരൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ CMRL കമ്പനിയുടെ സ്വതന്ത്ര ഡയറക്ടറായി തുടരുകയും ചെയ്തിരുന്നു. അങ്ങനെ അടിമുടി അവിഹിത ബന്ധത്തിന്റെ ഇടപാടുകളായിരുന്നു. ആ ഇടപാടുകളൊക്കെ തുടരുമ്പോഴും ഇപ്പോൾ വിവാദമായ സ്ഥിതിക്ക് പുതിയ സർക്കാർ ആ ഓഹരി നിക്ഷേപം പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വിവാദങ്ങൾ പലതും ഉണ്ടായപ്പോൾ KSIDC ചെയർമാൻ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചെങ്കിലും അദ്ദേഹത്തിന് പദവി നഷ്ടപ്പെട്ടതേ ഉള്ളൂ. ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ട്.